വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ അതെ, നമ്മളെല്ലാവരും കൂടി ഇത് പറശ്ശിനി കടവിലേക്ക് പോവുകയാണ്. നമ്മൾ 7:30 ട്രെയിനിന് 6:30 വന്ന് ഇരുന്നുകൊണ്ട് തന്നെ നല്ലോണം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ പക്ഷേ ട്രെയിൻ കറക്റ്റ് സമയത്താണ് വന്നത്. അപ്പോൾ പിന്നെ നമ്മൾ വേഗം കണ്ണൂർ എത്തിയിട്ടുണ്ടായിരുന്നു, കണ്ണൂർ സ്റ്റാൻഡിലേക്ക്, അതായത് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക്. അപ്പോൾ അവിടുന്ന് നേരെ ചായ കുടിക്കാനായിരുന്നു പോയത്. ചായക്ക് ഞാൻ ബൂസ്റ്റും പപ്സായിരുന്നു വാങ്ങിയത്. അപ്പം അവിടുന്ന് ചായയും കുടിച്ച് നേരെ ബസ് സ്റ്റാൻഡിലേക്ക് പോയി. അവിടുന്ന് പിന്നെ ബസ്സും കയറി. അവിടുന്ന് ബസ് നല്ലോണം ഉറങ്ങാനുള്ള ഉണ്ടായിരുന്നു. അപ്പോൾ അതെ, അവിടുന്ന് ഉറങ്ങാനും പറ്റിയില്ല. കാരണം വേറെ ഒന്നുമില്ല, നല്ല ചൂടായിരുന്നു. നമ്മൾ ബസ് ഓടിയിട്ടില്ലായിരുന്നു. ബസ് ഓടിയിട്ടുള്ള വീടൊന്നുമില്ല. അന്നേരം ഞാൻ ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അവൾ കണ്ണൂർ എത്തി കേട്ടോ. കണ്ണൂർ നല്ല ചൂടായിരുന്നു. അതായത് ഇവിടെ ബസ് സ്റ്റാൻഡിൽ പിന്നെ നമ്മൾ ഈ ഒരു മരത്തിൻ്റെ തണലത്തേക്ക് പോയി നിന്നിട്ട് അവിടുന്ന് ഓട്ടോ വിളിച്ചിട്ട് അങ്ങ് പോകാൻ വിചാരിച്ചു. അപ്പോൾ ആ മരത്തിൻ്റെ തണലത്തേക്ക് എത്തിയപ്പോഴത്തേക്കും എനിക്ക് എന്തെല്ലോ ഒരു സുഖം കിട്ടി കേട്ടോ. തലയിൽ എന്തെല്ലോ ആയിരുന്നു. പിന്നെ നമ്മൾ പറശ്ശിനിക്കടവിലെത്തി. പറശ്ശിനിക്കടവിൽ നിന്ന് പിന്നെ കാലെല്ലാം കഴുകി വേഗം തൂകാനായിട്ട് പോയി. പിന്നെ അവിടുത്തെ മെയിൻ പ്രസാദമായിട്ടുള്ള മമ്പായരും തേങ്ങാക്കൊട്ടും ചായയും കുടിച്ച് കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ നമ്മൾ കുറച്ച് സാധനമൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അതായത് മുത്തപ്പൻ്റെ ഫോട്ടോ ഒക്കെ വാങ്ങി. പിന്നെ നമ്മൾ നേരെ പാപ്പിനിശ്ശേരി സ്നേക്ക് പാർക്കിലേക്ക് പോയി. സ്നേക്ക് പാർക്കിൻ്റെ മുന്നിൽ തന്നെ ഒരു അക്വേറിയം ഉണ്ട്, അതിൽ നിറച്ച് മീനാണ്. പക്ഷേ എനിക്കൊന്നും കണ്ടിട്ടില്ല, ഇവർ പറയുന്ന കേട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ പെരുമ്പാമ്പിനെ കണ്ടു, പിന്നെ ഇലക്ട്രിക് മീനിനെ കണ്ടു. പിന്നെ ഇതേതാ പാമ്പ് എന്ന് എന്നോട് ചോദിക്കരുത്. പാമ്പിൻ്റെ കൂടും നല്ല രസമുള്ളതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്താണ്. കുറേ വീഡിയോ ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് ഇടാനായിട്ട് പറ്റിയില്ല. കാരണം ഈ വീഡിയോയിൽ പ്ലേ ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ നേരെ അവിടുന്ന് ഓട്ടോറിക്ഷ വിളിച്ച് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയേ. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ അവിടെ എത്തിയാലും മനസ്സിലാക്കിയത് ട്രെയിൻ കുറച്ച് ലേറ്റാണ്. അവിടുന്ന് പിന്നെ കുറച്ച് സ്നാക്സൊക്കെ വാങ്ങി കഴിച്ച് പിന്നെ അവിടെ കുത്തുന്നു. അപ്പോൾ ഇന്നത്തേക്ക് എത്രയുള്ളൂ. ബൈ ബൈ.